Today we are discussing one new chapter, chapter 10, circles. Okay, this is related to, we have to study that chapter 12, areas related to circles. Okay, അപ്പോൾ നമ്മൾ അതിനകത്ത് പഠിച്ച ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം അന്ന് ഞാൻ പറഞ്ഞിരുന്നു സർക്കിൾസിലും ഇത് തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് എന്തൊക്കെയാണോ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സർക്കിൾ എന്താണെന്നുള്ളത് അല്ലേ, സർക്കിൾ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എ റൗണ്ട് പ്ലെയിൻ ഫിഗർ, ഒരു റൗണ്ട് പ്ലെയിൻ ഫിഗർ ആണ് സർക്കിൾ എന്ന് പറയുന്നത്. whose boundary consists of points equidistant from a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് വന്നിരിക്കുന്ന പോയിന്റ് ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്ന പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സർക്കിൾ കിട്ടുന്നത് അല്ലെ. അപ്പം സർക്കിൾ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം ഒരു ഫിക്സഡ് പോയിന്റ്, അതിന് ചുറ്റും ഈക്വൽ ആയിട്ടുള്ള കുറേ പോയിന്റ്സ് ഉണ്ട് അല്ലെ. ഇതെല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സർക്കിൾ അവിടെ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ആണ്, ഈക്വൽ ഡിസ്റ്റൻസ് ആണ് നമുക്കറിയാം അല്ലെ. അതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്, നമ്മുടെ സൈക്കിളിന്റെ ഒക്കെ വീല് അല്ലെ, അതിന്റെ കമ്പികൾ വെച്ചിരിക്കുന്നത്, അതാണ് ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പം എ റൗണ്ട് പ്ലെയിൻ ഫിഗർ whose boundary consists of points equidistant from a fixed point. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഈക്വൽ ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് വരുന്നതാണ് സർക്കിൾ എന്ന് പറയുന്നത്. ദ ഫിക്സഡ് പോയിന്റ് ഈസ് കോൾഡ് ദ സെന്റർ. ഓക്കെ, ആ ഫിക്സഡ് ആയിട്ടുള്ള പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെന്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ റേഡിയസ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. റേഡിയസ് എന്താന്ന് നോക്കാം. ദ ലൈൻ സെഗ്മെന്റ് ഫ്രം സെന്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ. അതായത് സെന്ററിൽ നിന്ന് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗറിൽ OR എന്ന് പറയുന്നതിന്റെ റേഡിയസ് ആണ്, OP റേഡിയസ് ആണ്, OQ റേഡിയസ് ആണ് അല്ലെ. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് സർക്കിളിലെ 3 പോയിന്റ്സ് ആണ് Pയും Qവും Rഉം അല്ലെ. അപ്പൊ നമുക്ക് അവിടെ പറയാൻ പറ്റും OR എന്ന് പറയുന്ന റേഡിയസ് ആണ്, OP റേഡിയസ് ആണ്, OQ റേഡിയസ് ആണ്. ഓക്കെ, അപ്പൊ സെന്ററിൽ നിന്ന് സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് വരയ്ക്കുന്ന ലൈൻ സെഗ്മെന്റ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, the next one, chord. What is a chord? The line segment joining any 2 points on the circle. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് സർക്കിളിന്റെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഈ ഫിഗറിൽ AB എന്ന് പറയുന്ന 2 പോയിന്റ്സ് ആണ് സർക്കിളിലെ. ഈ AB എന്ന് പറയുന്നത് എന്റെ കോഡാണ് അല്ലെ. അതോടൊപ്പം Pയും Qവും സർക്കിളിലെ 2 പോയിന്റ്സ് ആണ്. അപ്പൊ PQ എന്ന് പറയുന്നതും എന്റെ കോഡാണ്. അപ്പൊ ഞാൻ ഇവിടെ വരച്ചിരിക്കുന്ന ഫിഗറിൽ ABയും PQവുമാണ് കോഡ് എന്ന് പറയുന്നത് അല്ലെ. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്, നമുക്ക് ഇഷ്ടംപോലെ കോഡ് വരയ്ക്കാം, എവിടെയെങ്കിലും ഒക്കെ നമുക്ക് കോഡ് വരയ്ക്കാം. നോക്കിയാൽ ഇതൊരു കോഡാണ്, XY ഇതൊരു കോഡാണ് അല്ലെ. സർക്കിളിലെ ഏതെങ്കിലും 2 പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്നതാണ് കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, the next one, diameter. What is a diameter? The chord which passes through the center is called diameter. അതായത് സെന്ററിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന കോഡ്. നോക്കിയേ, PQ എന്ന് പറയുന്ന കോഡാണ്, അത് സെന്ററിൽ കൂടി പാസ് ചെയ്ത് പോന്നിട്ടുണ്ട് അല്ലെ. O എന്ന് പറയുന്ന സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോന്നിരിക്കുന്നത് കൊണ്ട് ഈ PQ എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഓക്കെ, അപ്പം സെന്ററിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന കോഡിനെയാണ് നമ്മൾ ഡയമീറ്റർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, the chord which passes through the center is called diameter of the circle. When a chord is taking its maximum length is also called diameter. അതായത് ഏറ്റവും നീളം കൂടിയ കോഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡയമീറ്റർ അല്ലെ. PQ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഏറ്റവും നീളം കൂടിയ കോഡ്. ABയും XY ഒക്കെ ചെറുതാണ്. അപ്പം ഏറ്റവും നീളം കൂടിയ കോഡ് ഏതാണോ അതാണ് ഡയമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ ഈക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു റേഡിയസ് ആണ് അല്ലെ. 2 ഇൻറ്റു റേഡിയസ് ആണ് ഡയമീറ്റർ. റേഡിയസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഡയമീറ്റർ ബൈ 2 ആണ്. ഓക്കെ, റേഡിയസ് ഡയമീറ്റർ ആണ് തരുന്നതെങ്കിൽ നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാൻ ഡയമീറ്ററിന്റെ ഹാഫ് ആണ് റേഡിയസ് എന്ന് പറയുന്നത്. ഡയമീറ്റർ തന്നിട്ടുണ്ടെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ അതിന് ഡബിൾ എടുത്താൽ മതി, 2 ഇൻറ്റു റേഡിയസ്. ഓക്കെ, ഡയമീറ്റർ ഇസ് ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ. സർക്കിളിലെ ഏറ്റവും ലോങ്സ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ 1 വേർഡിന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് ദ സർക്കിൾ. ഇത്രയുമാണ് സർക്കിളിനെ പറ്റി നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത് അല്ലെ. റേഡിയസ്, ഡയമീറ്റർ, കോഡ് അല്ലെ.
ഇതൊക്കെയാണ് നമ്മൾ സർക്കിളിൽ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആയാലോ ഇത്രയും കാര്യങ്ങൾ? Then here I have to draw 3 circles. ഞാൻ ഇവിടെ 3 സർക്കിൾസ് വരച്ചിട്ടുണ്ട്. You have look at the first circle. ആദ്യത്തെ സർക്കിൾ നോക്കിക്കേ. അതിന്റെ വെളിയിൽ ഒരു ലൈൻ വരച്ചിട്ടുണ്ട് ഞാൻ, അല്ലെ? PQ എന്ന് പറയുന്ന ലൈൻ വരച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഈ PQ എന്ന് പറയുന്നത് ഈ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ടോ നോക്കിക്കേ. ഇല്ല, ടച്ച് ചെയ്തിട്ടില്ല, അല്ലെ? അപ്പൊ നമ്മൾ ഇങ്ങനെ വരയ്ക്കുവാണെങ്കിൽ നമുക്ക് 3 പോസിബിലിറ്റീസ് വരയ്ക്കാം. ചിലപ്പം ഇത് ടച്ച് ചെയ്യാതിരിക്കാം. സോ ദിസ് ഈസ് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്, അല്ലെ? ഇത് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ ആണ്. ഓക്കെ, വീണ്ടും ഞാൻ വരച്ചപ്പോൾ ഒരു ലൈൻ വരച്ചപ്പം അത് സർക്കിളിൽ 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെ? PQ എന്ന് പറയുന്ന ലൈൻ ഞാൻ വരച്ചു. PQ എന്ന് പറയുന്ന ലൈൻ വരച്ചപ്പം ഇത് A എന്ന് പറയുന്ന B എന്ന് പറയുന്ന പോയിന്റിലും സർക്കിളിൽ ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ PQ എന്ന് പറയുന്ന ലൈൻ പോയേക്കുന്നത്, അല്ലെ? ആദ്യം വരച്ചപ്പോൾ PQ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടേ ഇല്ല. സോ വി ഹാവ് ടു കോൾ ഇറ്റ് ആസ് ദാറ്റ് ഈസ് നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ. ഹിയർ PQ എന്ന് പറയുന്ന ലൈൻ ടച്ച് ദ സർക്കിൾ ഇൻ 2 പോയിന്റ്സ്. 2 പോയിന്റിൽ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്, എയിലും ബിയിലും. ഓക്കെ, ഇങ്ങനെ വരുമ്പോൾ നമ്മൾ വിളിക്കുന്നതാണ് ഈ ലൈനെ സീക്കന്റ് എന്ന് വിളിക്കുന്നത്. സീക്കന്റ് PQ എന്ന് പറയുന്നത്, ഈ ലൈൻ PQ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സീക്കന്റ് ആണ്. PQ ഇസ് ദ സീക്കന്റ് ഓഫ് ദി സർക്കിൾ. PQ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ സീക്കന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പ്ലീസ് ലുക്ക് അറ്റ് ദ തേർഡ് ഫിഗർ നോക്കിക്കേ. ഇവിടെ PQ എന്ന് പറയുന്ന ലൈൻ സർക്കിളിന് ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്, അല്ലെ? 2 പോയിന്റിൽ ടച്ച് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു സീക്കന്റ് ആണെന്ന് പറഞ്ഞു. ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്തെങ്കിൽ നമ്മൾ അതിനെ വിളിക്കും, ഈ ലൈനെ ടാൻജന്റ് എന്ന് വിളിക്കും. ഇവിടെ PQ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ്. ഓക്കെ, PQ എന്ന് പറയുന്ന ലൈൻ ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ്. ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്തെങ്കിൽ അത് ടാൻജന്റ് എന്ന് വിളിക്കും. 2 പോയിന്റിൽ സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സീക്കന്റ് ആണ്. സർക്കിളിൽ ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ എന്ന് പറയും. ഇവിടെ PQ നോൺ ഇന്റർസെക്റ്റിംഗ് ആണ്, ഇവിടെ PQ സീക്കന്റ് ആണ്, ഇവിടെ PQ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ ആണ്. ഓക്കെ, ക്ലിയർ ആയാലോ? അപ്പൊ ടച്ച് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ. ദ ലൈൻ ടച്ച് ദ സർക്കിൾ ഇൻ 2 പോയിന്റ്സ്. 2 പോയിന്റിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ സീക്കന്റ് ആണ്. ഒരു പോയിന്റിലാണ് ടച്ച് ചെയ്തെങ്കിൽ അതിനെ നമ്മൾ ടാൻജന്റ് ഓഫ് ദ സർക്കിൾ എന്ന് വിളിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഒന്നും കൂടെ നോക്കാം. നോൺ ഇന്റർസെക്റ്റിംഗ് ലൈൻ. In the figure, the line PQ and the circle, line PQ ഉം സർക്കിളും have no common point. ഇവർ രണ്ടുപേരും തമ്മിൽ കോമൺ ആയിട്ട് പോയിന്റ്സ് ഒന്നുമില്ല. In this case, PQ is called non-intersecting line with respect to the circle. The circle-ന്റെ non-intersecting line ആണ് PQ എന്ന് പറയുന്നത്. Okay, in the figure, line PQ and the circle have no common point. രണ്ടുപേരും തമ്മിൽ common points ഒന്നും തന്നെ ഇല്ല. So we have to call PQ is the non-intersecting line with respect to the circle. ഈ സർക്കിളിന്റെ non-intersecting line ആണ് PQ എന്ന് പറയുന്നത്. Okay, clear ആയല്ലോ നമ്മുടെ ഫസ്റ്റ് കേസ്. Okay, next we have to discuss the secant. Okay, important ആയിട്ടുള്ളതാണ് secant. A line which intersect the circle into two distinct points. അതായത് സർക്കിളില് 2 പോയിന്റ്സിൽ 2 ഡിസ്റ്റിങ് പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് secant of the circle. നമുക്കിത് വൺ വേർഡിന് ചോദിക്കുന്നതാണ് ഈ ക്വസ്റ്റ്യൻ. A line which intersect the circle into 2 distinct points is called a secant of the circle. Okay, അപ്പോൾ ഈ ഫിഗറിൽ നോക്കുവാണെങ്കിൽ in the given figure the line cuts the circle in 2 points. അതായത് CD എന്ന് പറയുന്ന ലൈൻ ഈ സർക്കിളില് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു, P-യിലും Q എന്ന് പറയുന്ന പോയിന്റിലും ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് CD എന്ന് പറയുന്ന ലൈനെ നമ്മൾ ഈ സർക്കിളിന്റെ secant എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, CD is called the secant of the circle. ഓക്കെ, അതായത് ഈ CD എന്ന് പറയുന്ന ലൈൻ ഈ സർക്കിളില് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ അതിനെ secant എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, a line which intersect the circle into 2 distinct points is called a secant of the circle. Okay, next we have to discuss the tangent. What is a tangent? Okay,
ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ എ ലൈൻ വിച്ച് ഇന്റർസെക്ട് ദ സർക്കിൾ ഈസ് എക്സാക്ട്ലി വൺ പോയിന്റ്. അതായത് സർക്കിളില് ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് ഓഫ് ദ സർക്കിൾ. In the a line which intersect the circle exactly one point, ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്തെന്നാണ് നമ്മൾ ടാൻജന്റ് എന്ന് വിളിക്കുന്നത്. രണ്ട് പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു സീക്കന്റ് ആണ്. എക്സാക്ട്ലി വൺ പോയിന്റ്, ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്ത് പോകുന്നതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ എസ് ടി എന്ന് പറയുന്ന ലൈൻ ഈ സർക്കിളിന്റെ ടാൻജന്റ് ആണ് അല്ലെ. ഇവിടെ ഒരൊറ്റ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റിൽ മാത്രമേ സർക്കിളിൽ ഇന്റർസെക്ട് ചെയ്തിട്ടുള്ളൂ. സോ ദ ലൈൻ എസ് ടി ഈസ് ദ ടാൻജന്റ് ഓഫ് ദിസ് സർക്കിൾ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. പോയിന്റ് ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ POC എന്ന് നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും, പോയിന്റ് ഓഫ് കോണ്ടാക്ട്. The point at which the tangent intersect the circle is called point of contact. അതായത് നമുക്കറിയാം സർക്കിളിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ST എന്ന് പറയുന്ന ലൈനില് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് P ആണ് അല്ലെ. P എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മളുടെ ഈ സർക്കിളിൽ ടച്ച് ചെയ്തിരിക്കുന്ന പോയിന്റ് അല്ലെ. അപ്പൊ ഈ P യെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജന്റ്, ഇതാണ് ടാൻജന്റ് അല്ലെ. ST എന്ന് പറയുന്ന ടാൻജന്റ് ഇന്റർസെക്ട് ചെയ്യുന്നു സർക്കിളില്. ആ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് കോണ്ടാക്ട്. ദ പോയിന്റ് അറ്റ് വിച്ച് ദ ടാൻജന്റ് intersect the circle is called point of contact. Okay, next നമ്മൾ ടാൻജൻസിന്റെ പ്രധാനപ്പെട്ട ഫാക്ട്സ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഫാക്ട്സ് അബൌട്ട് ടാൻജന്റ്. നമുക്ക് ടാൻജന്റ് എന്താണെന്ന് അറിയാം. സർക്കിളില് ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്തു പോകുന്ന ലൈനാണ് ടാൻജന്റ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ടാൻജന്റിന്റെ കുറച്ച് ഫാക്ട്സുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. No tangent can be drawn to a circle throughout a point inside the circle. അതായത് ഒരു സർക്കിളിന്റെ ഇൻസൈഡ്, no tangent can be drawn to a circle through a point inside the circle. അതായത് നമുക്ക് സർക്കിളിന്റെ അകത്തൂടെ ഒരു ടാൻജന്റ് പാസ് ചെയ്യാൻ പറ്റുമോ? സർക്കിളിന്റെ അകത്തൂടെ നമുക്ക് ടാൻജന്റ് വരയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം നമ്മൾ സർക്കിളിന്റെ അകത്ത് ടാൻജന്റ്, ഇതാണ് ഞാനിപ്പോ ഒരു ടാൻജന്റ് വരച്ചിരിക്കുന്നത്, ഇത് സർക്കിളിന്റെ അകത്താണ്. ഇത് ടാൻജന്റ് ആണോ? അല്ല, ദിസ് ഈസ് നോട്ട് എ ടാൻജന്റ്, ഇതൊരു സീക്കന്റ് ആണ് അല്ലെ. അതായത് ഇത് സർക്കിളില് രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്ത് പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇതൊരു ടാൻജന്റ് അല്ല. ഇതൊരിക്കലും ഒരു ടാൻജന്റ് അല്ല, കാരണം ഇത് സർക്കിളില് രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്ത് പോയിരിക്കുന്നുണ്ട്, ഇതൊരു ടാൻജന്റ് അല്ല അല്ലെ. സർക്കിളിൽ ഒരു പോയിന്റിൽ ടച്ച് ചെയ്ത് പോകുന്നതാണ് ടാൻജന്റ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സർക്കിളിന്റെ ഇൻസൈഡിൽ ഒരു ടാൻജന്റ് ഒരിക്കലും പോസിബിൾ അല്ല. നിങ്ങൾ വേണമെങ്കിൽ വരച്ച് നോക്കിക്കൊള്ളുക, സർക്കിളിന്റെ അകത്തൂടെ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാൻ പറ്റില്ല. കാരണം നമ്മൾ സർക്കിളിന്റെ അകത്ത് വരച്ചു കഴിഞ്ഞാൽ എന്തായാലും രണ്ട് പോയിന്റിലെ സർക്കിളിൽ അത് ടച്ച് ചെയ്യും അല്ലെ. അപ്പൊ അതൊരു ടാൻജന്റ് ആയിരിക്കില്ല, അതൊരു സീക്കന്റ് ആണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, നോ ടാൻജന്റ് ക്യാൻ ബി ഡ്രോൺ ടു എ സർക്കിൾ ത്രൂ എ പോയിന്റ് ഇൻസൈഡ് ദ സർക്കിൾ. അതായത് ഈ ഒരു പോയിന്റിൽ കൂടി നമ്മൾ ഒരു ടാൻജന്റ് വരയ്ക്കുമ്പോൾ അത് ഒരിക്കലും സർക്കിളിന്റെ ഇൻസൈഡിലൂടെ വരയ്ക്കാൻ പറ്റില്ല അല്ലെ. സർക്കിളിന്റെ ഇൻസൈഡിലൂടെ വരച്ചു കഴിഞ്ഞാൽ അത് സർക്കിളിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും, അതുകൊണ്ട് നമ്മൾക്ക് പോസിബിൾ അല്ല, അതൊരു ടാൻജന്റ് അല്ല. അപ്പൊ നമുക്ക് പറയാം, നോ ടാൻജന്റ് can be drawn to a circle through a point inside the circle. ഓക്കെ, ക്ലിയർ ആയാലോ എന്താന്നുള്ളത്? കാരണം നമുക്ക് സർക്കിളിന്റെ ഉള്ളിൽ ഒരിക്കലും ഒരു ടാൻജന്റ് പോസിബിൾ അല്ല. സെക്കൻഡ് ഫാക്ട് നോക്കിയേ, one and only one point can be drawn to a circle at a point on the circle. അതായത് സർക്കിളിൽ നിന്ന് നമുക്ക് ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. നമ്മളിനി ഒരു ടാൻജന്റും കൂടെ വരയ്ക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ആയിരിക്കും പോകുന്നത്. അത് സർക്കിളിൽ ആ ഒരു പോയിന്റിൽ കൂടെ തന്നെ പോകണമെന്നില്ല അല്ലെ.
അപ്പം വൺ ആൻഡ് ഓൺലി വൺ പോയിന്റ്, ഒരു പോയിന്റിൽ കൂടി നമുക്ക് one and only one point can be drawn to a circle at a point on the circle. Okay. Then third one നോക്കിക്കേ, two tangents can be drawn to a circle from a point outside it. നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാം, പക്ഷെങ്കിൽ ആ പോയിന്റ് ഔട്ട്സൈഡിലായിരിക്കണം. അതായത് ഔട്ട്സൈഡിൽ കിടക്കുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് എത്ര ടാൻജന്റ് ആണ് വരയ്ക്കാൻ പറ്റുക? രണ്ട് ടാൻജന്റ് ആണ് വരയ്ക്കാൻ പറ്റുക അല്ലെ. അതായത് ഈ ഔട്ട്സൈഡിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജന്റ് മാത്രമേ വരയ്ക്കാൻ പറ്റുകയുള്ളൂ. ഔട്ട്സൈഡ് പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജന്റ് വരയ്ക്കാം. ഇവിടെ രണ്ട് ടാൻജന്റ് ഔട്ട്സൈഡിൽ കിടക്കുന്ന പോയിന്റ് ആണ് PT1ഉം PT2ഉം ഇവിടുത്തെ രണ്ട് ടാൻജന്റ് ആണ്. ഓക്കെ, ഇൻ ദ ഫിഗർ PT1 ആൻഡ് PT2 ആർ ദ ടാൻജന്റ്സ് to the circle from a point P. P എന്ന് പറയുന്ന പോയിന്റ് അത് ഔട്ട്സൈഡിലാണ് കിടക്കുന്നത്. ഈ ഔട്ട്സൈഡിൽ കിടക്കുന്ന പോയിന്റിൽ നിന്ന് നമുക്ക് രണ്ട് ടാൻജന്റ് ആണ് വരയ്ക്കാനായിട്ട് പറ്റുക. ഓക്കെ, then fourth fact, infinite tangents can be drawn to a circle. ഒരു സർക്കിളിൽ നമുക്ക് ഇഷ്ടംപോലെ ടാൻജന്റ് വരയ്ക്കാം അല്ലെ. ഈ സർക്കിളിൽ നമുക്ക് ഇഷ്ടംപോലെ ടാൻജന്റ് വരയ്ക്കാം, പക്ഷെ ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരെണ്ണം വരയ്ക്കാൻ പറ്റുള്ളൂ. ഇഷ്ടംപോലെ ടാൻജന്റ്സ് നമുക്ക് സർക്കിളിൽ വരയ്ക്കാനായിട്ട് പറ്റും. സർക്കിളിൽ നമുക്ക് ഇഷ്ടം പോലെ ടാൻജന്റ്സ് വരയ്ക്കാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, only two tangents can be parallel to each other to a circle. അതായത് നമ്മൾ പാരലൽ ആയിട്ട് വരയ്ക്കുന്നത്, നമ്മൾ ഈ ഒരു ടാൻജന്റ് വരച്ചു നോക്കിയേ, PQ എന്ന് പറയുന്ന ഒരു ടാൻജന്റ് നമ്മൾ വരച്ചു. ഈ ടാൻജന്റിന് പാരലൽ ആയിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാൻ പറ്റുള്ളൂ അല്ലെ. വേറെ ഒരെണ്ണം ചിലപ്പം വരയ്ക്കുമ്പോൾ നമ്മൾ ഇത് സർക്കിളിന്റെ ഉള്ളിലായി പോകും, അത് ടാൻജന്റ് അല്ല അല്ലെ. അപ്പം ഇതിന് പാരലൽ ആയിട്ട് നമുക്ക് ഒരെണ്ണം മാത്രമേ വരുന്നുള്ളൂ. അതാണ് എഴുതിയിരിക്കുന്നത്, only two tangents can be drawn parallel to each other to a circle. അതായത് ഈ ഒരു ലൈന് പാരലൽ ആയിട്ട് നമുക്ക് ഒരെണ്ണം കൂടെ വരയ്ക്കാൻ പറ്റുള്ളൂ. ഇനി നമ്മൾ വേറെ സർക്കിൾ വരച്ചു, ഈ ഒരു ലൈൻ വരച്ചു, ഇതിന് പാരലൽ ആയിട്ട് നമുക്ക് ഒരെണ്ണം വരയ്ക്കാൻ പറ്റുള്ളൂ. ഒരെണ്ണം കൂടെ നിങ്ങൾ വരച്ചു നോക്കി, അത് എന്തായാലും സർക്കിളിന്റെ അകത്ത്, അതായത് രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും അല്ലെ. സർക്കിളിൽ രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്തേ പാരലൽ വരുള്ളൂ. അപ്പൊ പാരലൽ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്ന ടാൻജന്റിന്റെ എണ്ണം 2 ആണ്. ഓക്കെ, only two tangents can be drawn parallel to each other to a circle. ടാൻജന്റ് രണ്ടെണ്ണേ വരയ്ക്കാൻ പറ്റുള്ളൂ, അല്ലാതെ നമുക്ക് ഇഷ്ടം പോലെ വരയ്ക്കാം അല്ലെ. പാരലൽ ആയിട്ട് ഇഷ്ടം പോലെ ലൈൻസ് വരയ്ക്കാം, പക്ഷെ അതൊന്നും ടാൻജന്റ് അല്ല. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സർക്കിളിൽ ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യണം അല്ലെ. ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് നമുക്ക് രണ്ട് പാരലൽ മാത്രമേ വരയ്ക്കാൻ പറ്റുള്ളൂ. ബാക്കി വരയ്ക്കുന്ന ഒന്നും ടാൻജന്റ് അല്ല. പാരലൽ ലൈൻസ് വരയ്ക്കാം, പക്ഷെങ്കിൽ അത് ടാൻജന്റ് ആവുന്നില്ല. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് നന്നായിട്ട് മനസ്സിലാക്കുക. നോ ടാൻജന്റ് ക്യാൻ ബി ഡ്രോൺ ടു എ സർക്കിൾ ത്രൂ എ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ. അതായത് ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ഒരു ടാൻജന്റും കൂടെ വരയ്ക്കാൻ പറ്റില്ല, കാരണം ഒരെണ്ണം കൂടെ വരച്ചു കഴിഞ്ഞാൽ അത് സർക്കിളിന്റെ അകത്തൂടെ പോകും, രണ്ട് പോയിന്റിൽ ടച്ച് ചെയ്യും, അതൊരിക്കലും ഒരു ടാൻജന്റ് ആവുന്നില്ല. one and only one point can be drawn to a circle at a point on the circle. Two tangents can be drawn to a circle from a point outside it. Outside the രണ്ട് ടാൻജന്റ്. Infinite tangents can be drawn to a circle. സർക്കിളിൽ നമുക്ക് ഇഷ്ടം പോലെ ടാൻജന്റ്സ് വരയ്ക്കാം. Only two tangents can be drawn parallel to each other to a circle. അതായത് പാരലൽ ആയിട്ട് നമുക്ക് എപ്പോഴും രണ്ട് ടാൻജന്റ് മാത്രമേ വരയ്ക്കാനായിട്ട് പറ്റുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് വൺ വേർഡിന് ചോദിക്കുന്നതാണ്, ഇതിനകത്ത് നിന്ന് ഏതെങ്കിലുമൊക്കെ ചോദിക്കാം. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ് we have to discuss the central angle. An angle subtended by an arc at the center to a circle is called its center angle. അതായത് ഈ ആംഗിള് ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്നതാണ് അല്ലെ. PQ എന്ന് പറയുന്ന ആർക്കിന്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആണ് POQ എന്ന് പറയുന്നത്. അപ്പൊ PQ എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് POQ എന്ന് പറയുന്നത്. PQവിന്റെ സെൻട്രൽ ആംഗിൾ ആണ് POQ. ഓക്കെ, നെക്സ്റ്റ് സെമി സർക്കിൾ നമുക്ക് അറിയാവുന്നതാണ്. A diameter divides the circle into two equal arcs. അതായത് നമ്മളിവിടെ ഒരു ഡയമീറ്റർ വരയ്ക്കുമ്പം ഈ സർക്കിളിലെ രണ്ട് ആർക്കുകൾ അല്ലെ, ഈ സർക്കിളിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന അവിടെ നമുക്ക് രണ്ട് ആർക്സ് ഫോം ചെയ്യും. നമുക്കറിയാം ദ മെഷർ ഓഫ് സെമി സർക്കിൾ, സെമി സർക്കിളിലെ മെഷർ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആണ്. ഓക്കെ, നമുക്കിവിടെ രണ്ട് സെമി സർക്കിൾസ് ഉണ്ട്, ADCയും ABCയും ഇവിടുത്തെ സെമി സർക്കിൾ ആണ്. വിത്ത് സെന്റർ O എന്ന് പറയുന്ന സെന്ററുള്ള സർക്കിളിന്റെ സെമി സർക്കിൾസ് ആണ് ABCയും
ADCയും. ഓക്കെ, സെമി സർക്കിളിലെ ആംഗിളും പഠിച്ചോണം, 180 ഡിഗ്രിയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് പഠിക്കുക, എന്നിട്ട് വേണം നമുക്ക് തിയറത്തിലേക്ക് കടക്കാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, താങ്ക് യു.